യുവതീ പ്രവേശനത്തിൽ മറുപടിയുണ്ടോ? ഈ ശബരിമല വിഷയമടക്കമുള്ള ഹർജികൾ കോടതി പരിഗണിക്കാൻ പോകുന്നു എന്ന തീരുമാനം 2 ദിവസം മുമ്പ് നമ്മുടെ മുന്നിലേക്ക് വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ ആദ്യം പറഞ്ഞു പോകാം. കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ വിധി വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോടതി ആ ഹർജികൾ പരിഗണിക്കാൻ പോകുന്നു എന്ന വാർത്ത വന്നു വീഴുന്നത് 2-3 ദിവസവുമായി ശബരിമല വിഷയവും ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഫണ്ട് പ്രശ്നങ്ങളും ഒക്കെ വളരെ പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. സ്വാഭാവികമായും ഇനി അടുത്തത് വരുന്നു എന്നൊരു പ്രതീതി വലിയ തോതിൽ ഉണ്ടാവുകയാണ്. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട 2 വിഷയങ്ങൾ, കേരളത്തിൽ തൊട്ടാൽ പൊള്ളുന്ന, കേരളത്തിൽ ഇരുതല മൂർച്ചയുള്ള വാള് പോലെ വിവാദങ്ങൾ അടർത്തിയെടുത്തൊരു വിഷയമാണ് ശബരിമല എന്ന് പറയുന്നത്. സ്വാഭാവികമായും അതിലേക്ക് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഹർജി കൂടി കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നു. അതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ്സ് ഉണ്ടാകാൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കിയത് അടുത്ത വാർത്ത, വലിയ തോതിൽ മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന ഒരു വാർത്ത എന്ന നിലയ്ക്ക് തന്നെയാണ്, ആ പശ്ചാത്തലത്തിലേക്കാണ് ആ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അതിലുയർന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നോക്കൂ, അങ്ങനെ ഒരു ഹർജി സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെ ഉയർന്ന ഏറ്റവും വലിയ ചോദ്യം, ഉടനടി ഉയർന്ന ചോദ്യം എന്ന് പറയുന്നത്, സർക്കാർ ഈ സത്യവാങ്മൂലം തിരുത്തുമോ, ആ നിലപാട് മാറ്റുമോ എന്നുള്ളത് തന്നെയാണ്. അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്, അതിന് പിന്നിൽ തുറന്നു കിട്ടുന്ന രാഷ്ട്രീയ സാധ്യതകൾ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. NSSന്റെ നിലപാട് വരികയാണ്. NSSന്റെ ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നത്, പഴയ വാശിയോടും പഴയ ഉസിരോടും കൂടി ഞങ്ങൾ ഈ കേസുമായി മുന്നോട്ട് പോകും. NSS മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് പോയത്. ആരും കൂടെ നിന്നില്ല, കോൺഗ്രസ് കൂടെ നിന്നില്ല, CPM കൂടെ നിന്നില്ല, മറ്റാരും കൂടെ നിന്നില്ല. ആദ്യമായി കേസിന് പോയത് NSS ആണ്. അതേ ഉസിരും വാശിയും ഇനിയും NSS കാണിക്കും എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം പറഞ്ഞത് സർക്കാർ തിരുത്തും എന്നുള്ളതാണ് പ്രതീക്ഷ എന്നുമാണ്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുൻപ് NSSന്റെ ഭാഗത്ത് നിന്ന് ഈ കഴിഞ്ഞ ദിവസം, അതായത് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാർ അനുകൂല പ്രസ്താവനകൾ വരുന്നതിന്റെ, NSSന്റെ ഭാഗത്ത് നിന്ന് വരുന്നതിന്റെ ഭാഗമായി തന്നെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, സർക്കാരിന് വേണമെങ്കിൽ പിന്നീട് യുവതികളെ കയറ്റാമായിരുന്നു, സർക്കാർ അത് ചെയ്തില്ല എന്നുള്ളതാണ്. അതായത് സർക്കാരിന് അനുകൂലമായ യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട് NSS സ്വീകരിക്കുന്നു എന്നൊരു പ്രതീതി അവിടെ നിൽക്കുമ്പോഴാണ് സർക്കാർ ഈ സത്യവാങ്മൂലം തിരുത്തും എന്നുള്ളതാണ് NSSന്റെ പ്രതീക്ഷ എന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി തന്നെ പറയുന്നത്. പിന്നീട് കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു യോഗം കൊച്ചിയിൽ ചേർന്നു. മാതൃഭൂമി ന്യൂസ് അത് നമ്മളത് റിപ്പോർട്ട് ചെയ്യുകയാണ്. ആ സമയത്ത് വരുന്ന പ്രതികരണങ്ങളിൽ കൃത്യമായ ഒരു ആർത്തി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അത് VD സതീശൻ കാണുന്ന സമയത്ത് സർക്കാർ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്, മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് ഉണ്ടാകുന്നത്, അഴകുഴമ്പൻ നിലപാട് പാടില്ല, അതായിരുന്നു കൃത്യമായ വാക്ക്, അഴകുഴമ്പൻ നിലപാട് പാടില്ല എന്ന് VD സതീശൻ പറയുന്നു. അതിനപ്പുറം കടന്നുള്ളൊരു പ്രതികരണമാണ്. ഞാൻ ഏറെ കൗതുകത്തോടു കൂടി ഓണറിൽ ഈ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കേട്ട ഒരു കൗതുകമുള്ളൊരു പ്രതികരണം KC വേണുഗോപാലിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന്, സത്യവാങ്മൂലം തിരുത്തില്ല എന്ന് ഒന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന്, പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കത്തിക്കും എന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല കേട്ടോ. രാഷ്ട്രീയമായ സുവർണാവസരത്തിന്റെ ഉടലെടുപ്പ് കാത്തിരിക്കുന്ന ഒരു സാധ്യത, അതായത് ആ ഒരു സുവർണാവസരം തുറന്നു കിട്ടുന്ന ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന്റെ ആ കടന്ന പ്രയോഗത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായി ഓണെയറിൽ വെച്ച് നോക്കിക്കണ്ട ഒന്നാണ്. അതിനുശേഷം മറ്റു നേതാക്കൾ വരുന്നു, രമേശ് ചെന്നിത്തലയും പറയുന്നത് കൃത്യമായൊരു നിലപാട് കാണേണ്ടതുണ്ട്, അല്ലെങ്കിൽ കൃത്യമായ നിലപാട് സർക്കാർ പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് രാവിലെ CPM നേതാക്കൾക്ക് മുന്നിൽ ഒരു കമ്പൽഷൻ രൂപപ്പെടുകയാണ്. MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് മുന്നിൽ ഇതിനോട് പ്രതികരിക്കേണ്ടതായ ഒരു കമ്പൽഷൻ രൂപപ്പെടുകയാണ്. വിജയരാഘവന്റെ മുന്നിൽ അത്തരത്തിലൊരു സാഹചര്യം രൂപപ്പെടുകയാണ്. ആ സമയത്താണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഈ മാറാത്തത് മാറ്റം മാത്രമേ ഉള്ളൂ എന്നൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അദ്ദേഹം ഈ അമൂർത്തമായ സാഹചര്യങ്ങൾ, അമൂർത്തമായ ചില പ്രതികരണങ്ങൾ നടത്താറുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ വന്നൊരു പ്രതികരണം വരുന്നു. അമൂർത്തമായ പ്രതികരണം നടത്താറില്ല, ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള പ്രതികരണം എനിക്ക് എന്താണെന്ന് വെച്ചാൽ പാർട്ടി ക്ലാസ് ഇരുന്നിട്ടില്ലാത്തോടെ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അല്ല ഓക്കെ, ഞാനത് പഠിക്കാനും പോയിട്ടില്ല, മാർക്സിസം, ഞാൻ ജേർണലിസമാണ് പഠിച്ചത്. അങ്ങനെ പ്രശ്നമുണ്ട്. മാർക്സിസം എന്നുള്ളത് ജേർണലിസത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഞാൻ പഠിച്ചതില്ല കേട്ടോ, ഞാൻ പഠിച്ചിട്ടില്ല, അങ്ങ് പഠിച്ചതിൽ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് ഡോക്ടർ അരുൺകുമാർ. ശരി, അങ്ങ് തിരുത്തത് എനിക്ക് സന്തോഷമാണ് കേട്ടോ. ഓക്കെ, ഇനി അതപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു കമ്പൽഷൻ ഉണ്ടാകുന്നു. MV
ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വരുന്നു. അതിനുശേഷം എ വിജയരാഘവന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വരുന്നു. അതായിരുന്നു ഇതിൽ ഏറ്റവും പക്വതയുള്ളൊരു പ്രതികരണമായി പുറത്തേക്ക് വന്നത്. അത് നിയമപരമായ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്, അതിനൊപ്പം തന്നെ വിശ്വാസപരമായ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. നോക്കൂ, ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വലിയ തീരുമാനം സർക്കാർ കൈക്കൊള്ളുന്ന സമയത്ത് ഈ രണ്ട് നിലപാടുണ്ടായിരുന്നില്ല. അതായത് നിയമം അന്നുമുണ്ട്, വിശ്വാസം അന്നുമുണ്ട്. അന്ന് നിയമം നോക്കണമോ വിശ്വാസം നോക്കണമോ രണ്ടും കൂട്ടിച്ചേർത്ത് നോക്കണമോ എന്നൊരു തീരുമാനം അന്ന് പാർട്ടി കൈക്കൊണ്ടിരുന്നില്ല. അങ്ങേക്ക് അതായത് അല്ലല്ല, കോടതി വിധി വന്നതിന് ശേഷമല്ലേ സർക്കാർ നിലപാടെടുത്തത്? കോടതി വിധി വരുന്നതിന് മുമ്പ് അങ്ങനെ നിലപാടെടുത്തോ? ഒരു ചോദ്യം കൂടി, കോടതി വിധി സുപ്രീം കോടതിയുടെ 5 ബെഞ്ചിന്റെ വിധി വന്നതിന് ശേഷം ഒരു സർക്കാരിന് തിരിച്ചൊരു നടപടി എടുക്കാൻ പറ്റുമായിരുന്നു? ഓക്കെ, ഇനി ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളുമല്ല. ഞാൻ പറഞ്ഞത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിധി വന്നതിന് ശേഷം കോടതി വിധി വന്നിരിക്കുന്നു, സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു, അത് നടപ്പിലാക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണെന്നൊരു നിലപാട് സർക്കാർ അന്ന് കൈക്കൊണ്ടു. സ്വാഭാവികമായും ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന സർക്കാർ ആ നിലപാട് തന്നെയാണ് കൈക്കൊള്ളേണ്ടത്. പക്ഷെ ആ സമയത്ത് അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് സർക്കാർ എ വിജയരാഘവൻ പറഞ്ഞ രണ്ട് വഴിയിൽ ഒരു ചിന്ത നടത്തിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെയായിരുന്നു നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ എടുക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് പറഞ്ഞ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുമല്ല ഞാൻ പറഞ്ഞത്. ശരി, അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരിക്കുന്നു, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഊന്നി പറഞ്ഞത് അതൊരു പക്വതയുള്ള പ്രതികരണമായിരുന്നു എന്നുള്ളത്. പിന്നീട് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ നിയമമന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണുന്നു. ആ സമയത്ത് അതിന് തൊട്ട് മുൻപ് പി ആർ സുനിൽ നമ്മുടെ ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് നിൽക്കുന്നുണ്ട്. അപ്പോൾ പി ആർ സുനിൽ നമ്മളോട് പറയുകയാണ്, ശരി, ഇതിനൊരു സാവകാശം ഉണ്ടാകും, സർക്കാരിന് നാളെ പോയി ഇതിനൊരു തീരുമാനം എടുക്കേണ്ടി വരുന്നില്ല, അത് കൃത്യമായ സംവിധാനവും തിരിച്ചറിയുന്നുണ്ട്. അതായത് നാളെ ബെഞ്ച് ഇത് പരിഗണിക്കുന്നില്ല, സത്യവാങ്മൂലം കൊടുക്കേണ്ടുന്ന സാഹചര്യം വരുന്നില്ല, നാളെ ബെഞ്ച് ചേരുന്ന സമയത്ത് സ്വാഭാവികമായും ഏത് ബെഞ്ചാണ് ഇത് പരിഗണിക്കുക എന്നുള്ള തീരുമാനമെടുക്കുന്നു, എന്ന് മുതലാണ് ഇതിന്റെ വാദം ആരംഭിക്കുക എന്നൊരു തീരുമാനമെടുക്കുന്നു. വേണമെങ്കിൽ ഒരു സാധ്യത എന്ന് പറയുന്നത്, നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കോ ഈ കേസുകളും ശബരിമലയുമായി ബന്ധപ്പെട്ട കേസ് മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലും തരത്തിലുള്ള രേഖകൾ ഹാജരാക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന് ഉള്ള താല്പര്യം അറിയിക്കുകയും ചെയ്യാം എന്നൊരു സാധ്യത കൂടി അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു നിമിഷം, ഞാൻ നിയമവിദഗ്ധരോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, അത് എന്റെ അറിവ് കൊണ്ട് ഞാൻ പറയുന്നതല്ല, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ചോദിച്ചപ്പോൾ വേണമെങ്കിൽ അതിനൊരു സാധ്യത ഉണ്ടാകാം എന്ന് പറഞ്ഞു. ഉണ്ടാകാം എന്നാണ് പറഞ്ഞത്. ഒരു നിമിഷം, അതായത് വേണമെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാം എന്ന് എന്നോട് പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മാക്സിമം ക്ലാസ്സിൽ മാത്രമല്ല LLB പഠിക്കാത്തതുകൊണ്ട് ഒരു നിയമ വിദഗ്ധരോട് ചോദിച്ചു, അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നിരിക്കുന്നു. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് LLB പോയ ഒരാളോട് ചോദിച്ചാൽ അദ്ദേഹം അങ്ങനെ അഭിപ്രായം പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുകയാണ്, പങ്കുവെക്കുകയാണ് ചെയ്തത്, അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് നോക്കൂ, ഇതിലൊരു സുവർണാവസരം സ്വാഭാവികമായും ഇവിടെ ഉണ്ടാകും. നേരത്തെ പറഞ്ഞതിന് ബാക്കിയായിട്ടാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഈ മാറ്റത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം പറയുന്നതിന് പകരം സർക്കാർ ആ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി നേരത്തെ പി ആർ സുനിൽ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള വളരെ സംഘർഷാത്മകമായ ഒരു സാഹചര്യം ഇവിടെ ഉടലെടുക്കും. ഇന്നത്തെ വൈകുന്നേരം ഒരു വീട്ടിൽ ഒരു തിരിയല്ല കത്തുക. ഇന്ന് ഒരു വീട്ടിലിരുന്ന് അവനവൻ്റെ ഇരുന്നായിരിക്കില്ല ആരും നാമം ജപിക്കുക, കുറേയേറെ ഭാഗമെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു സംഘർഷാത്മകമായ സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് കൃത്യമാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടി വരുന്ന സാഹചര്യം സർക്കാരിന് ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് മറുപടി ഇപ്പോൾ നൽകേണ്ടതില്ല. മറുപടി ഉണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്ത് മറുപടി ഇപ്പോൾ നൽകേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാകുന്നു എന്നാണ് ഞാൻ ഈ വാർത്തയെ കാണുന്നത്. എനിക്കൊരു ചോദ്യം സ്മൃതിയെടുത്തും മാധവനെടുത്തുമായിട്ടുണ്ട്. ഇപ്പോൾ നാളെ സുപ്രീം കോടതിയുടെ 9 ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പരിഗണിക്കാൻ പോകുന്ന 7 ചോദ്യങ്ങളിൽ എവിടെയാണ് സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം പ്രസക്തമാവും? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സത്യവാങ്മൂലം ഇപ്പോൾ സമർപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അല്ലല്ല, സത്യവാങ്മൂലം നാളെ സമർപ്പിക്കണമെന്നില്ല. ഇനി പിന്നീടൊരു ഘട്ടത്തിൽ ഈ 7 ചോദ്യങ്ങളിൽ എവിടെയാണ് സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന് പ്രസക്തി? 7 ചോദ്യങ്ങളിലെ തുടർച്ചയായിട്ട് അത് വരും. അല്ല, ഈ 7 ചോദ്യങ്ങളിൽ എവിടെയാണ് ഉണ്ടാകുന്നത്? ഈ ചോദ്യങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. 7 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒരു ഉദാഹരണം ഞാൻ പറയാം, ഞാനത് വിശദീകരിക്കാം. അതാണ് ആർട്ടിക്കിൾ 25 ആർട്ടിക്കിൾ 26 തമ്മിലുള്ള ഇന്റർപ്ലേ ആണ് ഈ പ്രധാനപ്പെട്ട 7 ചോദ്യങ്ങൾ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ മതാവകാശവും ആർട്ടിക്കിൾ 26 പ്രകാരമുള്ള സംഘടനകളുടെ അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളുടെ അവകാശവും തമ്മിലുള്ള ക്ലാഷ്, അതാണ് ഇതിൽ പ്രധാനമായിട്ടുമുള്ള ഒന്ന്. ഇതിൽ എവിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ സത്യവാങ്മൂലം പ്രസക്തമാകുന്നത്? ഈ 7 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെ സത്യവാങ്മൂലം പ്രസക്തമാകുമോ അല്ലയോ? നാളെ കോടതി പരിഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ പശ്ചാത്തലമായി ഉണ്ടാകുന്ന 7 ചോദ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് അങ്ങ് നേരത്തെ ഡോക്ടർ പി ആർ സുനിൽ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ
അതിലെവിടെയെങ്കിലും സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന് പ്രസക്തിയുണ്ട് എന്നൊരു പരാമർശം നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണോ അങ്ങ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് എനിക്ക് അങ്ങയോട് ചോദിക്കാനുണ്ട്. അതെ, എന്തിനാണ് ഈ ചർച്ച എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മറുപടി ഇപ്പോൾ കൊടുക്കണമെന്ന് നിങ്ങൾ എല്ലാവരും അതായത് നിങ്ങൾ കൊടുക്കണം ഞാൻ പറഞ്ഞില്ല. ചോദ്യങ്ങൾ ഇപ്പോൾ കൊടുക്കണമെന്നില്ല. ഈ സമയത്ത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇപ്പോൾ വേണ്ട. അടിസ്ഥാനപരമായി ചോദിക്കാം. രണ്ടുപേരോടുള്ള ചോദ്യത്തിന് ചോദ്യം ഞാനൊന്ന് ചോദിക്കട്ടെ മാധു. എന്റെ ചോദ്യം ഇതാണ്. സർക്കാർ, കേരള സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്താൽ ആ സത്യവാങ്മൂലം ഈ 7 ചോദ്യങ്ങളിൽ എവിടെയാണ് ഉപയോഗിക്കുക? അതായത് ഞാൻ എന്റെ ഭാഗം അവസാനിപ്പിച്ചത് സുവർണാവസരം കാത്തിരിക്കുന്ന അല്ലെങ്കിൽ സുവർണാവസരം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ തേടി നിൽക്കുന്ന ഒരു പക്ഷം അപ്പുറത്തുണ്ട്. സർക്കാരിന് നിലവിൽ സാവകാശമുണ്ട്. ഇപ്പോൾ മറുപടി പറയേണ്ടതില്ല. മറുപടി ഉണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്ത് ഇപ്പോൾ സർക്കാർ മറുപടി പറയേണ്ടുന്ന അടിയന്തര സാഹചര്യം ഇല്ല എന്നാണ് ഡോക്ടർ അരുൺകുമാർ സ്മൃതി പരുത്തിക്കാടിന് മറുപടി കൊടുക്കുന്നതിന് തൊട്ടു മുൻപ് ആ സെന്റൻസിൽ പറഞ്ഞൊരു കാര്യം. നിങ്ങൾ പറയുന്നത് ഇപ്പോൾ തന്നെ സർക്കാർ കൊണ്ടുപോയി സത്യവാങ്മൂലം കൊടുക്കണമല്ലോ എന്നുള്ളതാണ്. ഞാൻ പറയാത്ത കാര്യമാണ്. ഞാനും പറഞ്ഞിട്ടില്ല. ഞാൻ തുടക്കത്തിൽ സത്യവാങ്മൂലം കൊടുക്കേണ്ട ബാധ്യത ഇപ്പോൾ തൽക്കാലം ഇല്ലാതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അപ്പൊ സർക്കാർ മറുപടി കൊടുക്കണോ വേണ്ടയോ? സർക്കാർ ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറ. മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. CPM-ന്റെ പ്രതിനിധി പോലും ഈ ചർച്ച ഈ വിഷയത്തിൽ വരാൻ തയ്യാറാണ്. എന്തുകൊണ്ടാണ് വരാൻ തയ്യാറാവാത്തത്? ഈ വിഷയത്തിൽ സ്ട്രൈറ്റ് ആയിട്ട് മറുപടി ഇല്ല. അത് അത്രേ ഉള്ളൂ. ഒറ്റ മിനിറ്റ്. അതായത് സർക്കാർ ഇപ്പോൾ മറുപടി കൊടുക്കണമോ വേണ്ടിയോ എന്ന്, അതായത് സർക്കാർ ഇപ്പോൾ മറുപടി കൊടുക്കേണ്ട എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ആളോട് രണ്ടാമതും സർക്കാർ ഇപ്പോൾ മറുപടി കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. പിന്നെന്തിനാണ് നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചത്? എനിക്ക് അങ്ങനെയാണ് അഭിപ്രായമെങ്കിൽ ആ അഭിപ്രായം പറയേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, നിങ്ങൾക്ക് അത്ര പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ പ്ലീസ് ചോദിക്കരുത്. അങ്ങനെയല്ല. നാളെ നിന്ന് മറുപടി പറയണമെന്ന് നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കരുത്. Meet the editors.